ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു. ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ, മെനക്കെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുടി നല്ല രീതിക്ക് വളരുന്ന ഒരു അടിപൊളി സീക്രട്ട് ഹെയർ പാക്ക് ആട്ടോ പറഞ്ഞു തന്നത്. നല്ല ഇഫക്റ്റീവാണ്, നന്നായിട്ട് ഗ്രോത്ത് ചെയ്യും. ഒപ്പം വേറൊരു കാര്യമുണ്ട്, നമുക്ക് മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് തന്നെ മാറും. ഷുവറാണ്. നമ്മളൊരു ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 2-3 തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് വീട്ടിലേക്ക് പോകേണ്ട, ഒന്നും മേടിക്കേണ്ട, കാശലവൊന്നുമില്ല. നേരെ പറമ്പിലേക്ക് ഇറങ്ങിയ സാധനം കിട്ടും. അപ്പൊ അത്ര നല്ല എഫക്റ്റീവ് ആണ്. എനിക്ക് നല്ല വ്യത്യാസം തോന്നി. മുടി നല്ലോണം ഗ്രോത്ത്, ഇപ്പൊ നോക്കിയ മുടി നല്ല രീതിക്ക് തന്നെ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് അറിയണല്ലോ ഞാൻ എത്രയും വെച്ച് വെട്ടിയതാന്ന്. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പോൾ എന്താ പറയാ, ഞാൻ കുറച്ചുകൂടി കണ്ടിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് അത് ഇങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നിങ്ങളുടെ പറയാണ്ട്. എനിക്കാണെങ്കിൽ ഒരു കാര്യം റിസൾട്ട് കിട്ടി അപ്പൊ പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ മെനക്കെടാൻ താല്പര്യമുള്ളവര് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ നേരെ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങുക. ഇപ്പോ പറമ്പില്ലെങ്കിൽ കൂടി ഇതുപോലെ ചെടിച്ചട്ടികളിൽ വരെ ഈ സംഭവം വളരുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കീഴാർനെല്ലിയാണ്. അതായത് അങ്ങനെ പുളിയുടെ കുഞ്ഞില മാതിരി അതിന്റെ അടിയിൽ ഇങ്ങനെ കുഞ്ഞ ഇലകളുടെ ഓരോ തണ്ടിന്റെ അടിയിൽ മണിയായിട്ട് ഇങ്ങനെ മണികൾ ഉണ്ടാവും. അതാണ് കീഴാർനെല്ലി. ഇത് മുടി കൊഴിച്ചിലിനും ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ മുടി നല്ലോണം റീഗ്രോത്ത് ചെയ്യാനും ബെസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഞാനൊരു സിറം കാണിച്ചിട്ടുണ്ടായിരുന്നു. 1 വീക്ക് കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയവരുണ്ട് കേട്ടോ. നമ്മൾ ആ സിറം കാണിച്ചിട്ട് അത് നമുക്ക് നല്ല എഫക്റ്റീവ് ആണ്. ആ സിറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര നല്ലതാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ നോക്കി കാണാൻ പറ്റും. ഇല്ലെങ്കിൽ പറമ്പിലുണ്ടാവും. ഒരു ചെറിയ കടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് കുറേ അധികം അങ്ങനെ പിടിച്ചു വരും കേട്ടോ. ഞാനിത് നമ്മുടെ വീട്ടിൽ ഇത് കുറേ ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ തന്നെ പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യണത് കേട്ടോ. ഇത് താളി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്, നമ്മൾ സിറം ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്, ഹെയർ സിറം. ഇതിപ്പോ നമ്മൾ പാക്കാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ഒരു അത്യാവശ്യം ഒരു പിടുത്തത്തിനുള്ളത് നമ്മൾ കടടക്കന് എടുത്തിട്ടുള്ളത്. അതായത് കഴുകി കടടക്കനെ മണ്ണൊക്കെ കളഞ്ഞ് കഴുകി കടടക്കനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കണ്ടോ ഓരോ തണ്ടിന്റെ അടിയിൽ ഇങ്ങനെ മണിമണികൾ ഉണ്ടാവും. അതാണ് കീഴാർനെല്ലി കേട്ടോ. ഭയങ്കര നല്ലതാണ്. നല്ല ഹെയർ ഗ്രോത്തും മുടി വളർച്ചയ്ക്കൊക്കെ കൊഴിച്ചിലൊക്കെ നല്ലോണം മാറും കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ചെയ്യണം, നന്നായി കഴുകി എടുക്കുക. ഒരു പിടുത്തം മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് കേട്ടോ. കുറച്ചും കൂടി ആണെങ്കിൽ അത്രയും മതി. കുറെ മുടിനെ കുറച്ചും കൂടുതൽ എടുക്കാം. അപ്പൊ ദേ നമ്മള് അതിന്റെ നന്നായി കഴുകിയിട്ട് അതിങ്ങനെ കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കടയും കൂടി ഇട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ചേർക്കാം, മുട്ട ഇല്ലാത്തവർക്ക്. എനിക്ക് മുട്ട മസ്റ്റാണ് കേട്ടോ ഹെയർ ഗ്രോത്തിന്. ഞാനിപ്പോ സ്ഥിരമായിട്ട് മുട്ട ഇത് ബാക്കിലാണെങ്കിൽ ആഡ് ചെയ്യും. ഞാനൊരു ഫുൾ മുട്ട എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഭയങ്കര ഓയിലി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എഗ് വൈറ്റ് എഗ് യോക്ക് ഒഴിവാക്കാം, വൈറ്റ് മാത്രം എടുക്കാം. എന്റെ ഓയിലി ഹെയർ ആണ്, പക്ഷെ എന്നാലും ഞാൻ ഫുൾ മുട്ട യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിൽ നമ്മൾ കഴുകുമ്പോൾ ഒരു വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളം തന്നെ ഉള്ളൂ. നല്ലോണം അരച്ചെടുക്കും, നല്ല ഫൈൻ ആയിട്ട്. ഇതാണ് നമ്മുടെ പാക്ക്. ഇത് വീക്കിൽ ഒരു 3 തവണയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. കുറഞ്ഞത് 2 തവണയെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ. അത്രയും നല്ലതാ. അപ്പൊ ഈ ഒരു ഹെർബിനെ കുറിച്ച് ആയുർവേദത്തിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. മുടി നല്ല രീതിക്ക് തന്നെ വളരും, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന് ബെസ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ ഞാനിവിടെ നമ്മുടെ പാക്ക് എടുത്തിട്ടുണ്ട്. കുറച്ചു നേരം ആയി. ഞാനിപ്പോ ഒരു പഴയ ടീഷർട്ട് ഇട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് വെള്ളം മാതിരി ഇരിക്കണം. ഇതിൽ വെള്ളമൊന്നും വേറെ ആഡ് ചെയ്തിട്ടില്ല. ഇത് കഴുകിയപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ കടടക്കനെ കേട്ടോ, ഞാൻ കാണിച്ചിരുന്നില്ലേ, കടടക്കനെയാണ് ഇത് കഴുകിയെടുത്തിട്ടുള്ളത്. കടയിൽ നല്ല ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ മുട്ട ഫുൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് വൈറ്റ് മാത്രം എടുത്താൽ മതി, നിങ്ങളുടെ കുറേ കൂടി ഓയിലി ഹെയർ സ്കാൾപ്പ് ആണെങ്കിൽ. അപ്പോൾ അതേ ഞാനിവിടെ ഫുള്ള് മുട്ട, ഞാൻ എപ്പോഴും ഫുള്ള് മുട്ട എടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഞാൻ കുളിക്കാൻ പോകുമ്പോൾ വേറെ 1-2 വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കണേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഫേസൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. നേരെ ഈ ഒരു എന്താ പറയാ, കുളിക്കാൻ പോണ ലുക്കിലാണ് ഈ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും എനിക്ക് അപാകത തോന്നുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. അതായത് ലിപ്സ്റ്റിക്ക് പോലും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഓടി വന്ന് ഇതാ പ്രിപ്പയർ ചെയ്തു. ഇതങ്ങനെ തന്നെ ഇടണം കേട്ടോ. അപ്പൊ ഇതേ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ധൈര്യമായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിലും അതുപോലെ മുടിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത്യാവശ്യം ഒരു പ്രോബ്ലംസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ മാറും. പിന്നെ നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് കുറേ കൂടിയും തലയിൽ ഇരിക്കല, ഇങ്ങനെ കൊഴിഞ്ഞു വീഴും. നല്ല പേസ്റ്റ് ആക്കണതിനനുസരിച്ചാണ് ഇത് തലയിൽ ഇരിക്കുക. അത്ര ഉള്ള ഇതേ എൻ്റെ അത്രയ്ക്ക് ഇങ്ങോട്ട് പേസ്റ്റ് ആയില്ല എന്ന് തോന്നുന്നു. കാരണം കൊഴിയുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ വിഷുവിൻ്റെ ഷൂട്ടിന് വേണ്ടി ക്ലീൻ ചെയ്തിട്ട സ്ഥലം. ഞാൻ ചേട്ടനും കൊണ്ട് ക്ലീൻ ചെയ്തത്. ഇവിടെ കുറേ നാളായിട്ട് ക്ലീൻ ചെയ്യാൻ മുകളിലേക്ക് വരാണ്ടേ, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നേരം കിട്ടണില്ലേ എല്ലാം കൂടിയിട്ടേ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ക്ലീൻ ചെയ്ത് തുടച്ച് വെടുപ്പാക്കിയിട്ടത്. അതിന് ബാക്ക്ഗ്രൗണ്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. അത് അടുത്ത പണി ചെയ്യാൻ ഒഴിവിട്ട് പോകുന്ന വിചാരിച്ചിട്ട് നിൽക്കണേ.
ഞാനിത് വീണ്ടും ഇട്ടിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരുമെന്ന് തോന്നണം. ഞാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ടിരിക്കുക ഒരു സമാധാനക്കേട്. ഇപ്പോൾ കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ട് ആരെയൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുടി വളരാനൊക്കെ ബുദ്ധിമുട്ടായിട്ടും അതുപോലെ ഒരു കാര്യം ട്രൈ ചെയ്തിട്ട് സെറ്റ് ആവാണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സ്ഥിരം ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനെന്ന് വെച്ചാലേ ഇതിൻ്റെ ഒരു ഹെയർ സിറം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നല്ലതാണ്. അത് കുളി കഴിഞ്ഞ വശം അടിച്ചു കൊടുക്കും ഞാൻ. പിന്നെ അത് കേടായി നാരണ്ട് കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ. പക്ഷെ അത് എൻ്റെ ഇതുവരെ കേടായിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയിൽ ഇത് സൈഡിലങ്ങനെ കാണിക്കാം. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പാട പോലെ വന്നു അങ്ങനെ എന്തോ കമൻറ്റ് കണ്ട്. എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ വേറെ ഒന്ന് തിരക്കിൻ്റെ ഇടയിലാണ് കമൻറ്റ് കണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അതെന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ കേടായിട്ടില്ല. ഞാനതിൽ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു കോഫി പൗഡർ ആഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇതെനിക്ക് കേടാവാണ്ടിരിക്കണേ എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒറ്റ കൈകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യണതേ. അതുകൊണ്ട് ഇത്തിരി പാടുണ്ട്. എന്തായാലും ഞാൻ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാ വീഡിയോ എടുത്ത് കണ്ട് ലാസ്റ്റ് ഇട്ടേ. കാരണം ചില തലയിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ വേറെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം അപ്പം അങ്ങനെ പഴയൊരു ടീഷർട്ട് എടുത്തിട്ട് പോന്നു. അല്ലെങ്കിൽ അതാകെ നാശമാവും. വേറെ നല്ല ടീഷർട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുടി ഇങ്ങോട്ട് കുനിഞ്ഞിട്ട് ബാക്കിലൊക്കെ ഞാൻ ഇടാറിട്ട് ഇവിടെ കൊഴിച്ച് കഴിഞ്ഞാൽ എനിക്കത് തന്നെ പണിയാവണ കാരണമാണ് ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഇതുമ്മ നിർത്തിയത്. ഇങ്ങനെ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് അയ്യോ ഇവിടെ കുറേ വീണു. നന്നായി അരയാണ്ട. അപ്പോൾ ഇത് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ പണി. ഇതൊരു 20-25 ഇതൊരു വെള്ളം മാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അംശം ഇരുന്നിട്ട് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നല്ല കട്ടിക്ക് അരച്ചെടുത്തോ. അപ്പോൾ ഈ ഇവിടെ മൊത്തമായി ഇതിൻ്റെ ഡ്രസ്സിലൊക്കെ നോക്കി സാരിലെ പോട്ടെ. അപ്പോൾ അതേ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇത് അത്യാവശ്യം ഇങ്ങനെ വലിയുന്ന സമയം നോക്കിയിട്ട് കുളിക്കുമ്പോൾ നമ്മുടെ ഷാമ്പു നിലാസെടുപ്പിൻ്റെ ഷാമ്പും കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇതിൽ എഗ്ഗോട്ടുള്ള കാരണം ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി നമ്മുടെ ഷാമ്പും കണ്ടീഷണറും വേണം. ഹെയർ ഓയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഒപ്പം തന്നെ ഇത് നമ്മുടെ ഷാമ്പും കണ്ടീഷണറും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം അതിൽ എന്താ പറയുക നമ്മുടെ മുടിക്ക് ഹാഷായിട്ട് വരുന്ന ഒരു കാര്യം ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ അതായത് ഭയങ്കരമായിട്ട് പതയുന്ന സംഭവങ്ങൾ കുറവാണ്. ഒരു 95% ആണ് എന്താ പറയുക ആ ഒരു മുടിയിലത്തെ എണ്ണയും കാര്യങ്ങളൊക്കെ പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോഗിച്ചവർ തന്നെ പറയുന്നുണ്ട് അത്രയും മൈൽഡാണ്, അത്രയും സോഫ്റ്റാണ് നമ്മുടെ ഷാമ്പുവും കണ്ടീഷണറും. അപ്പോൾ അത്രയുള്ള ഷാമ്പൂ എന്ന് പറയുമ്പോൾ ഹിബിക്കസ് ആൻഡ് അവക്കാഡോ, കണ്ടീഷണർ എന്ന് പറയുമ്പോൾ അലോവേര കണ്ടീഷണർ. അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴുകി കാണിക്കേണ്ട പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. മുടി വളർച്ചയ്ക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒറ്റ കഴുകലിന് അങ്ങനെ വരില്ല. അപ്പോൾ തന്നെ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്രയും ബെസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണേ. കാരണം വെച്ചാൽ എനിക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എന്നെക്കൊണ്ട് ഒരാൾക്ക് ഉപകാരം ഉണ്ടായില്ലോ എന്ന് ഓർക്കുമ്പോൾ. അത്രേ ഉള്ളൂ.